നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ജൂലൈ മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ജൂലൈ മാസം 16-ാം തീയതി മിഥുനമാസം 32-ാം തീയതിയാണ്. പിന്നീട് കർക്കിടക മാസത്തിൻ്റെ ആരംഭമാണ്. ഏതായാലും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ വാരഫലം ജൂലൈ 10-ന് നാം ചർച്ച ചെയ്യുമ്പോൾ കാലത്തുള്ള ഗ്രഹസ്ഥിതി: മേടൻ രാശിയിൽ ചന്ദ്രൻ, ഇടവത്തിൽ ചൊവ്വ, മിഥുനത്തിൽ രവി ബുധൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ശുക്രൻ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ എപ്രകാരമാണ് ഈ ഒരു വാരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. പൊരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ എന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ശനി നിൽക്കുന്നു. 2-ൽ ചന്ദ്രനാണ്. 3-ാം ഭാവത്തിൽ ചൊവ്വ, 4-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 5-ാം ഭാവത്തിൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ശുക്രൻ കേതു. ഇവിടെ മീനൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത്, അഷ്ടമാധിപനായ ശുക്രൻ ജാതകത്തിൽ 6-ാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു. അതൊരു നല്ല യോഗമല്ല കേതുവോടുകൂടി. അതിനാൽ ശാരീരികമായി ഡയബറ്റിക്സ് പേഷ്യൻസൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട് പുരുഷന്മാർക്കും, സ്ത്രീകൾക്ക് ഫൈബ്രോയിഡിൻ്റെ ബുദ്ധിമുട്ടും വരും. യൂട്രസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വൈകല്യങ്ങൾ, സർജറിയൊക്കെ ഉണ്ടാകാൻ പോകുന്ന വാരമാണിത്. 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. സന്താന സ്ഥാനത്ത് സന്താനപതിയായ ബുദ്ധിപതിയായ ചന്ദ്രൻ ഉച്ചത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുട്ടികളെ പഠന വിഷയത്തിന് ഇത് വളരെ അനുകൂലമാണ്. പലപ്പോഴും പഠന വിഷയത്തിലേക്ക് നല്ല നന്മകൾ പ്രദാനം ചെയ്യപ്പെടും. സ്നേഹം തരുന്നവർ തനിക്ക് ദുഃഖം തരും. താൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നവർ തനിക്ക് തിരിച്ച് ദുഃഖം തരുന്ന സമയമാണ്. കാരണം ശുക്രൻ 6-ാം ഭാവത്തിലാണ്. ശുചസ്നേഹത, ഏറ്റവും അധികം സാഹോദര്യ ബന്ധത്തിന് ബുദ്ധിമുട്ടുള്ള സമയമാണ്. ചൊവ്വ സഹോദര സ്ഥാനത്ത് നിന്നാൽ സഹോദര വിഷയങ്ങൾക്ക് ദോഷമാണ്. അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ, അപകടങ്ങൾ വരാം. ഇവിടെ സഹോദര പതിയാഗ്രഹം ശുക്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. സഹോദരങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടെ ദുഃഖത്തിന് താനും പങ്കുചേരുന്നൊരവസ്ഥ. കാരണം ആ ശുക്രൻ നീചത്തിലേക്ക് പോവുകയാണ്. വലിയ ബുദ്ധിമുട്ടുകൾ സഹോദര വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ നക്ഷത്രം നോക്കി ബുദ്ധിമുട്ടാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭൂമി സമ്പാദനം, ഭൂമി വിഷയം അതിനനുകൂലമായ സമയമാണ്. പലപ്പോഴും ഭൂമി വിൽക്കാനുള്ള സമയം ഒക്കെ സമാഗതമാവുകയാണ്. അപ്രകാരമുള്ള തീരുമാനങ്ങൾക്കൊക്കെ പലപ്പോഴും നല്ല ബ്രോക്കർമാരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകാം. അതിനുവേണ്ടി നിന്നാൽ ഈ വാരം അപ്രകാരമുള്ള വിഷയത്തിലേക്ക് നല്ലതാണ്. തൻ്റെ കർമ്മമേഖലയിൽ തനിക്ക് ധാരാളം ശത്രുക്കളുണ്ടാവും. 6-ൽ ശുക്രൻ നിൽക്കുമ്പോൾ സദാ ദാനവേജ്യെ സുധാസിക്ത ശത്രു, അമൃതിൽ കൊളിച്ച ശത്രു ഉണ്ടാകുമെന്നാണ്. അതിനാൽ ശത്രുദോഷം മാറണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക, അവിടെ മുട്ടറക്കൽ ചെയ്യണം, ശത്രു സംഹാര കുരുതി ചെയ്യണം. ഇതൊക്കെ ചെയ്ത് ദോഷം മാറ്റിയാൽ നല്ലൊരു ഫലമാണ് മീനൻ രാശിക്കാർക്ക് ഈ ഒരു വാരമുണ്ടാവുക. മാറ്റമുണ്ടാവില്ല. അതിനിടയിൽ മീനൻ രാശി എന്താണ്? പൊരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ എന്ന 2.25 നക്ഷത്ര സമൂഹം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.